Opening Hours with MyFin. ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ഹവേഴ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തു. ഗുഡ് മോർണിംഗ് സർ. ഹാപ്പി മോർണിംഗ് നിഖിൽ. സർ, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റാർട്ട് തന്നെയാണ് ഇന്നിപ്പോൾ വിപണിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50 പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 520 പോയിന്റുകൾക്ക് മുകളിലുള്ളൊരു നേട്ടം. പെർസെൻറ്റേജ് ടേംസിൽ പറയുകയാണെങ്കിൽ ഏകദേശം 2.25% മുകളിലുള്ളൊരു നേട്ടം നിലനിർത്തിക്കൊണ്ട് 22,850 എന്ന് പറഞ്ഞൊരു നിരക്കിലായിരുന്നു. ഇന്നലത്തെയൊക്കെ തന്നെ US മാർക്കറ്റിൻ്റെ ഒക്കെ തന്നെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും വളരെ മികച്ച രീതിയിൽ തന്നെയുള്ളൊരു പ്രകടനം US മാർക്കറ്റുകളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. നാസ്ഡാക്ക് സൂചിയൊക്കെ തന്നെ ഏകദേശം 3.83% ഒരു നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ഡോ ജോൺസ് ഇൻഡെക്സ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1000 പോയിന്റുകൾക്ക് മുകളിൽ നിൽക്കുന്ന ഒരു വലിയൊരു റാലി തന്നെ ഡോ ജോൺസിലും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 3 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ ഒരു വോർ അവസാനിപ്പിക്കും എന്ന് നിലവിലിപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന നിലവിലിപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അമേരിക്ക ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറും എന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രതികരണം നോക്കുകയാണെങ്കിലും ഇറാൻ നിലവിലിപ്പോൾ ഇസ്രായേലിന് മുൻപുണ്ടായിരുന്ന രീതിയിലുള്ളൊരു ഭീഷണിയായിട്ട് ഇനിയിപ്പോൾ നിലനിൽക്കുന്നില്ല എന്നൊരു കാര്യമാണ്. ഇതൊക്കെ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിലവിൽ ഈ ഒരു യുദ്ധത്തിൻ്റെ അവസാനത്തേക്കാണ്. എന്നാൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിലും ഇറാൻ പ്രസിഡന്റിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിലും നിലവിൽ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ളൊരു പരാമർശം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ വിപണി വളരെ പോസിറ്റീവായിട്ട് തന്നെയായിരുന്നു ഇന്ന് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് എന്നതിൽ സംശയമില്ല. അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഇന്ത്യൻ മാർക്കറ്റിലും ഏഷ്യൻ മാർക്കറ്റിലും ഒക്കെ തന്നെ കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട്. കോസ്പി ഇൻഡെക്സ് ഒക്കെ തന്നെ നോക്കുകയാണെങ്കിൽ ഏകദേശം 5% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിയിരുന്ന ഒരു കാഴ്ചയും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ മാർക്കറ്റ് മുന്നേറുന്നതിന് കൂടി തന്നെ ക്രൂഡ് വിലയും മുന്നേറുന്നു എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൂടി നിലവിലിപ്പോൾ നിലനിൽക്കുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇന്നത്തെ ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ വളരെ ഒരു പോസിറ്റീവായിട്ട് തന്നെ തുടങ്ങിയിരിക്കുന്നു. അതായത് പുതിയൊരു ഫൈനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കമാണ്. ആ ഒരു ഫൈനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കവും ഗംഭീരമായിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത്. നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടേക്ക് എന്താണ് നിഖിൽ? എല്ലാ പ്രേക്ഷകർക്കും നമുക്ക് വെൽക്കം ടു എ ന്യൂ ഫിനാൻഷ്യൽ ഇയർ. ഇൻഫാക്ട് മൈഫിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ഒരു ഫിനാൻഷ്യൽ ഇയർ ആയിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അതായത് നമുക്കിപ്പോൾ 2025 തൊട്ട് നമ്മൾ ഈ പറയുന്ന മാർച്ച് 31, 2026 വരെ നമുക്ക് പൊതുവേ മാർക്കറ്റിൽ ഒരു സന്തോഷം തന്നൊരു കാലഘട്ടം അല്ലായിരുന്നു എന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം നിഖിൽ. അതുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും മൈഫിൻ്റെ ഭാഗത്തു നിന്നും ഹൃദയം നിറഞ്ഞ ഒരു പുതിയ ഫിനാൻഷ്യൽ ഇയർ, അത് വളരെ ഹാപ്പിയും വളരെ പ്രോസ്പെറസും ആയിക്കോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ മൈഫിൻ്റെ ഓപ്പണിംഗ് അവേഴ്സ് തുടങ്ങാം എന്നുള്ള രീതിയിൽ പറയുന്നു എന്നുള്ള. അതായത് ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതായത് വളരെ കാഷ്വലായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് ഏപ്രിൽ ഫൂൾ ഡേ, അല്ലെങ്കിൽ ഏപ്രിൽ 1 എന്ന് പറയുന്നത് ഏപ്രിൽ ഫൂൾ ഡേ ആയിട്ടാണ് നമ്മൾ സാധാരണ എല്ലാവരും പറയാറ്. അതായത് ഇന്ന് രാവിലെ ഒരു മെസ്സേജോ കോളോ വരണമെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് എടുക്കരുത് എന്നുള്ളതാണ്. ദൈവത്തെ ഓർത്ത് മാർക്കറ്റും അങ്ങനെ ആയിരിക്കരുതേ എന്നുള്ള പ്രാർത്ഥന. കാര്യം ആദ്യത്തെ തന്നെ ഒരു 500-600 പോയിന്റിൻ്റെ നിഫ്റ്റിയിലുള്ള ഒരു ബമ്പപ്പ് അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ, നമ്മളെ പറ്റിക്കുന്ന രീതിയിൽ ആവല്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുന്നു എന്നുള്ള ഈ ഏപ്രിൽ 1 പ്രത്യേകത എന്താണെന്നറിയോ? അതായത് പല കഥകളും ഉണ്ട് എന്തുകൊണ്ടാണ് ഈ ഏപ്രിൽ 1 എന്ന് പറയുന്നത് ഒരു ഏപ്രിൽ ഫൂൾ ഡേ ആണ് എന്ന് പറയാൻ കാര്യം വെച്ചാൽ, അതായത് 16th സെഞ്ച്വറി ഫ്രാൻസ്, എനിക്ക് തോന്നുന്നു 1582 അന്ന് ഈ ഫ്രാൻസ് നമ്മുടെ ഈ കലണ്ടറിൻ്റെ ഒരു ഷിഫ്റ്റ്, അതായത് ജൂലിയൻ കലണ്ടറിൽ നിന്നും ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു ഈ 1582 എന്ന് പറയുന്നത്. അതായത് 16th സെഞ്ച്വറി. അന്ന് ഫ്രാൻസിൽ ഈ പഴയ കലണ്ടർ പ്രമാണിച്ച് ഏപ്രിൽ 1 ആണ് ന്യൂ ഇയർ. എന്നാൽ പുതിയ കലണ്ടർ, അതായത് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം പിന്നെ വരുന്നത് ജാനുവരി 1 ആണ് ന്യൂ ഇയർ. ബട്ട് ഈ ഒരു ഷിഫ്റ്റ് ആ 1582 നടന്ന ഒരു ഷിഫ്റ്റ് പലയിടത്തും, അന്ന് ഈ കാലത്ത് ഈ പറയുന്ന പോലെ വാട്സപ്പോ അങ്ങനെയൊന്നുമില്ലല്ലോ, അപ്പോൾ പലരും ഈ പറഞ്ഞ പോലെ ഷിഫ്റ്റ് ചെയ്തു. എന്നാൽ ഷിഫ്റ്റ് ചെയ്യാത്ത കുറേ പേരുണ്ട്. അവർ ഇന്നും വിചാരിച്ചിരുന്നത് നമ്മൾ പഴയ കലണ്ടറിലാണെന്ന് വിചാരിച്ച് ഏപ്രിൽ 1 എന്ന് പറയുന്നത് അവർ വീണ്ടും ഈ പറയുന്ന പോലെ ന്യൂ ഇയർ ആയിട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് കാര്യം. അവരൊന്നില്ലെങ്കിൽ അത് വിശ്വസിച്ചില്ല, അല്ലെങ്കിൽ അവർക്ക് ന്യൂസ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവർ ആ പഴയ രീതിയിൽ തുടർന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അവർ ഏപ്രിൽ 1 വീണ്ടും പഴയ കലണ്ടർ പ്രകാരം അവർ ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ പുതിയതായിട്ട് ഷിഫ്റ്റ് ചെയ്തവർ, അതായത് വളരെ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്നവർ ഇവരെ കളിയാക്കിയിരുന്നു. അങ്ങനെയാണ് ഏപ്രിൽ 1 എന്ന് പറയുന്നത് ഏപ്രിൽ ഫൂൾ ഡേ ആയിട്ട് പറയുന്നത്. അതായത് പല കഥകളിൽ ഒരു കഥ എന്നുള്ളത്. അപ്പോൾ അതേപോലെ നമുക്ക് മാർക്കറ്റിൽ പറയണമെന്ന് വെച്ചാൽ ഈ 500 പോയിന്റ്സിൻ്റെ അപ്വേർഡ് റാലി ഇൻ നിഫ്റ്റി അതൊരു റിയാലിറ്റി ആയിട്ട് തന്നെ നിൽക്കട്ടെ, ഒരു ഫൂൾസ് പാരഡൈസിലെ ഒരു ഫിഗറായി മാറരുത് എന്നുള്ളൊരു റിക്വസ്റ്റും കൂടെ നമുക്കുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇന്ന് മാർക്കറ്റ് ഇത്രയും നല്ല രീതിയിൽ റാലി ചെയ്തത്? ദർ സീംസ് ടു ബി ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ, അല്ലെ? ഒരു ഡി എസ്കലേഷൻ്റെ ഒരു ഇൻഡിക്കേഷൻസ് അല്ലെങ്കിൽ ഒരു റിലീഫ് കാര്യങ്ങൾ മാർക്കറ്റിൽ നടക്കുന്നുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ റിലീഫ് റാലി നടക്കാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങളല്ല,
ഇപ്രാവശ്യം തീർച്ചയായിട്ടും അതായത് ലോക നേതാക്കളുടെ, അതായത് ഈ വാറിൽ ഇൻവോൾവ് ആയിട്ടുള്ള ലോക നേതാക്കൾ, അത് US ആയിക്കോട്ടെ, ഇറാൻ ആയിക്കോട്ടെ, ഇസ്രായേൽ ആയിക്കോട്ടെ, ഇവരുടെ എല്ലാവരുടെയും ഭാഷ്യം ഏതാണ്ട് കാര്യങ്ങൾ ഒന്ന് തണുത്തു എന്നുള്ള മട്ടിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് ഇതിനകത്ത് ഇത്രയും നാൾ നമ്മൾ US ട്രംപ് പല കാര്യങ്ങളും പറഞ്ഞിരുന്നെങ്കിലും ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഡിനായലാണ് വന്നിരുന്നത്. ആ ഡിനായൽ തന്നെയാണ് ഒരു പക്ഷേ, അതായത് നമുക്ക് കൂടുതലും ഈ ട്രംപിനോട് വലിയ ട്രസ്റ്റ് ഇല്ലാത്ത ഒരു ജനതയാണ് ഇപ്പോൾ ലോകത്ത്. കാര്യം ട്രംപ് പല രീതിയിൽ, ട്രംപ് ഓൾവേസ് ചിക്കൻസ് ഔട്ട് എന്ന് പറഞ്ഞ ടാക്കോ ട്രേഡ്, അല്ലെങ്കിൽ ട്രംപ് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് എന്നിങ്ങനെയൊക്കെയുള്ള ആക്ഷേപം ചുറ്റിപ്പറ്റി ട്രംപിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ വാക്കുകളെ മാർക്കറ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ എക്കണോമി അല്ലെങ്കിൽ അനലിസ്റ്റുകൾ അല്ലെങ്കിൽ വേൾഡ് കമ്മ്യൂണിറ്റിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. എന്ന് പറഞ്ഞ് ഇറാൻ്റെ വാക്കുകൾക്ക് ക്രെഡിബിലിറ്റി കൊടുക്കുന്നു എന്നല്ല, ഇറാൻ ഒന്നും മിണ്ടുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ബട്ട് ഫൈനലി ഇതിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ചേഞ്ച്, അതായത് 2-3 ആഴ്ചകളിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന റിലീഫ് റാലി അല്ലെങ്കിൽ ഒരു കംഫർട്ടായിട്ടുള്ള ന്യൂസിൽ നിന്നും എന്തുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത തരുന്നു എന്ന് വെച്ചാൽ അവിടുത്തെ ഈ ഫോറിൻ മിനിസ്റ്റർ, അതായത് ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ അൽ ജസീറ, അതായത് അൽ ജസീറ എന്ന് പറയുന്നത് നമുക്കറിയാലോ മിഡിൽ ഈസ്റ്റിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഏജൻസിക്കാണ്. ആ ന്യൂസ് ഏജൻസിക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അവരായിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ ഇറാനിൻ്റെ ഫോറിൻ മിനിസ്റ്ററായ അർഗാച്ചി, അതായത് അബ്ബാസ് അറാക്ചിയുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കുറച്ചുകൂടി മാർക്കറ്റിന് ഒരു കംഫർട്ട് തന്നിരിക്കുന്നത്. എന്താണ് അബ്ബാസ് അറാക്ചി പറഞ്ഞത്? അബ്ബാസ് അറാക്ചി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ US ആയിട്ട് നടത്തുന്നുണ്ട്. അതായത് ഡയറക്റ്റായിട്ട് ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല, ഞങ്ങളൊരു ഡയറക്റ്റായിട്ട് ഒരു ഡീല് നെഗോഷിയേറ്റ് ചെയ്യുന്നില്ല, ബട്ട് ഇൻഡയറക്റ്റായിട്ട് US ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അത് എന്തിൽ കൂടി? ഡയറക്റ്റ് മെസ്സേജസ് എനിക്ക് അയക്കുന്നുണ്ട്, അതുകൂടാതെ ഫ്രണ്ട്സ്, തൽപര കക്ഷികൾ മുഖാന്തരം പല മെസ്സേജസും വരുന്നുണ്ട് എന്നുള്ള കാര്യം ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാക്ചി വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് നോക്കേണ്ട കാര്യം. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ചേർത്ത് വെച്ച് പറയുന്ന കാര്യങ്ങളുണ്ട്. ഇതിൽ ചില മെസ്സേജുകളൊക്കെ ത്രട്ടനിങ്ങുമാണ്, വാർണിംഗ് ആയിട്ടും ഉണ്ട് എന്നല്ല. അതായത് 2 രീതിയിലും മെസ്സേജസ് അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് എത്തുന്നു എന്നുള്ള കാര്യം അദ്ദേഹം കൺഫേം ചെയ്യുന്നു. ബട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതായത് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ വക മെസ്സേജസ് ഒക്കെ വരുന്നു എന്നുള്ളത് ശരിയാണ്, ബട്ട് നമ്മൾ, അതായത് ഇറാൻ അല്ലെങ്കിൽ ടെഹ്റാൻ ഒരു ഫോർമലായിട്ടുള്ള ഒരു നെഗോസിയേഷനിലേക്ക് US ആയിട്ട് നമ്മളൊരു ടോക്കിൽ ഏർപ്പെട്ടിട്ടില്ല, ആരെയും നമ്മൾ ഏർപ്പെടുത്തിയിട്ടില്ല. US മുന്നോട്ട് വെച്ച 15 പോയിന്റ് ആ ഒരു പ്ലാൻ ഉണ്ടല്ലോ, അതായത് ഒരു പ്രൊപ്പോസൽ, അതിന് ഞങ്ങളൊരു ഉത്തരവും കൊടുത്തിട്ടില്ല എന്നുകൂടി പറയുന്നു. ബട്ട് ഈ പറഞ്ഞ പോലെ ഇറാൻ ഫസ്റ്റ് ടൈം ഓപ്പൺ അപ്പ് ചെയ്തു, അതായത് ദേ ആർ ഡയറക്ട്ലി അല്ലെങ്കിലും ഇൻഡയറക്ട്ലി ഇൻ ടച്ച് വിത്ത് US എന്ന് പറയുന്നത് മാർക്കറ്റിനൊരു സൂതിങ് എഫക്റ്റ് ആയിട്ട് മാറി. ഇത് ഇറാൻ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാക്ചിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഇനി രണ്ടാമത് അഡീഷണൽ ആയിട്ട് നമ്മളൊന്ന് നോക്കേണ്ട കാര്യം ഇറാനിയൻ പ്രസിഡന്റ്. അവിടെയാണ് കുറച്ചുകൂടി നമുക്കൊരു ഈ കാര്യങ്ങൾക്ക് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എസ്കലേഷൻ സ്റ്റാമ്പ് ചെയ്യുന്നതിനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇറാൻ പോസസസ് necessary will to end the ongoing war with US and Israel. അതായത് നെസസറി വിൽ, അതായത് അവർ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ടെഹ്റാൻ പറയുന്നൊരു കാര്യം വെച്ചാൽ നെസസറി ഗ്യാരണ്ടികൾ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ ഈ യുദ്ധം നിർത്താൻ തയ്യാറാണ്. എന്താണ് ഈ നെസസറി ഗ്യാരണ്ടി? ഒരു 2-3 കാര്യങ്ങൾ നമ്മൾ മൈഫിൻ്റെ തന്നെ ഓപ്പണിംഗ് ഹവേഴ്സിൽ പലപ്പോഴായിട്ട് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് അവർക്കൊരു സെക്യൂരിറ്റി ഗ്യാരണ്ടി വേണം. സെക്യൂരിറ്റി ഗ്യാരണ്ടി എന്താ? അതായത് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് എപ്പോഴും അവർക്കൊരു ട്രസ്റ്റ് ഇല്ലായ്മയുണ്ട്. കാര്യം വെച്ചാൽ ട്രംപ് ഒരു കാര്യം പറഞ്ഞു പോവും, എല്ലാം ശരിയായി എന്ന് പറയും, പിറ്റേ ദിവസം ഒരു അറ്റാക്ക് നടത്തുമെന്നുള്ള. അപ്പം ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടി ടെഹ്റാൻ ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് അറ്റാക്കും കംപ്ലീറ്റ് കോൺഫ്ലിക്റ്റും, അതായത് ഒരു ഫർദർ അറ്റാക്കിൽ നിന്നും ഇസ്രായേലും US-ഉം മാറും എന്നുള്ളൊരു ഗ്യാരണ്ടി ഞങ്ങൾക്ക് തരണം എന്നുള്ളത് ഒരു കണ്ടീഷനായിട്ട് പറയുന്നു എന്നുള്ളൂ. രണ്ടാമത് റെക്കഗ്നേഷൻ ഓഫ് ലെജിറ്റിമേറ്റ് റൈറ്റ്സ് ഓഫ് ഇറാൻ. അതായത് ഇറാൻ്റെ അവകാശങ്ങളെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യണം. എന്താണ് ഇറാൻ്റെ അവകാശം? ഇറാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ന്യൂക്ലിയർ അല്ലെങ്കിൽ ന്യൂക്ലിയർ പ്രോഗ്രാമിന്, സിവിലിയൻ ന്യൂക്ലിയർ പ്രോഗ്രാമിന് യുറേനിയം എൻറിച്ച്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ആ യുറേനിയം എൻറിച്ച്മെൻറ്റ് ഞങ്ങൾ യുദ്ധത്തിനോ അല്ലെങ്കിൽ ഒരു ബാലിസ്റ്റിക് മിസൈലിനോ ന്യൂക്ലിയർ വെപ്പണിനോ വേണ്ടിയിട്ടില്ല, സിവിൽ പവർ യൂസേജ്, എനർജി യൂസേജിനാണ്. അതിൻ്റെ റൈറ്റ് ഞങ്ങൾക്ക് തരണം. അതായത് ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും കയറി ഇടപെടരുത് എന്നുള്ളൊരു കാര്യം കൂടെ ഇറാൻ US-ന് മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ള. മൂന്നാമത് റെപ്പറേഷൻ നമ്മൾ ഇതിനു മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതായത്
ഈ US-ൻ്റെയും ഇസ്രായേലിൻ്റെയും അറ്റാക്ക് ഇറാനിൽ നടന്നത് കാരണം ഇറാനുണ്ടായ കുറേ ഡാമേജസ് ഉണ്ട്. ഈ ഡാമേജസ് ഒന്ന് പേയ്മെൻറ്റ് ചെയ്യണം, അതായത് കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് റെപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറാൻ അതും ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളത് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ എന്ന് വെച്ചാൽ സെസേഷൻ ഓഫ് അറ്റാക്ക്, അതായത് ആ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ആ കോൺഫ്ലിക്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നിർത്തണം, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഹോൾട്ടിലേക്ക് ഇത് കൊണ്ടുവരണം എന്നിങ്ങനെയുള്ളൊരു 3-4 പോയിന്റുകൾ. അതായത് അവർ പറയുന്നത് ഒരു നെസസറി ഗ്യാരണ്ടീസ് തരികയാണ് എന്നുണ്ടെങ്കിൽ ഇറാൻ ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാണ്ട് ഒരു പോസ് അല്ലെങ്കിൽ ഇടക്കാല ഉത്തരവിൽ കൂടെ കൊണ്ടുവന്ന് കുറച്ച് നാളത്തേക്ക് യുദ്ധം നിർത്തുക, 48 മണിക്കൂറിന് നിർത്തുക, 5 മണിക്കൂറിന് നിർത്തുക, 5 ദിവസത്തിന് നിർത്തുക, 10 ദിവസത്തിന് നിർത്തുക എന്നുള്ള പരിപാടിയൊന്നും നടക്കില്ല. പോണെങ്കിൽ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് കോംപ്രിഹെൻസീവ് ആൻഡ് എക്സോസ്റ്റീവ് പ്ലാനിലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബട്ട് ട്രംപിനെ സംബന്ധിച്ചാണെങ്കിലോ, ട്രംപ് ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ടു ന്യൂയോർക്ക് പോസ്റ്റ് ആയിട്ട് അദ്ദേഹം ടെലിഫോണിക് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു കൺവെർസേഷനിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ വി വോണ്ട് ഹാവ് ടു ബി ദെയർ മച്ച് ലോങ്ങർ. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ഇനി കൂടുതൽ അവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം എന്നല്ലോ, ഐ ഹാവ് ഒബ്ലിറ്ററേറ്റഡ് ദാറ്റ് കൺട്രി. ഒബ്ലിറ്ററേറ്റഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട്, അതായത് ആവശ്യമുള്ള, അതായത് ഏതൊക്കെ കാര്യങ്ങളാണോ ത്രെട്ടായിട്ടുണ്ടായിരുന്നത് അതിനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് ട്രംപ് പറയുന്നത്. അതായത് ദേ ഹാവ് നോ സ്ട്രെങ്ത് ലെഫ്റ്റ്, ഇനി അവരുടെ കയ്യിൽ ഒരു സ്ട്രെങ്ത്തും ഇല്ല, അത്രയ്ക്ക് മാത്രം രീതിയിലുള്ള ഒരു ഡാമേജ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ട്രംപ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന പോയിന്റ് 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ ഇറാനിൽ നിന്നും പിന്മാറുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും വാക്കുകളാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിനെ, ഗ്ലോബൽ ഇക്വിറ്റി മാർക്കറ്റ്, എസ്പെഷ്യലി US മാർക്കറ്റ്, കാര്യം നമുക്ക് ഇന്നലെ ഹോളിഡേ ആയിരുന്നു, നമ്മളെയൊക്കെ ഒന്ന് സൂതൻ ചെയ്യാനും ദർ ഈസ് ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ അല്ലെങ്കിൽ ഡി എസ്കലേഷനിലേക്ക് ഒരു എന്താ പറയുക നമ്മൾ എത്തിച്ചേരുന്നു എന്നുള്ള ഒരു എന്താ പറയുക ഒരു ആശ നമുക്ക് തരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇന്ന് യു എസ് എന്ന് പറയുമ്പോൾ US April 1 9 PM, അതായത് നമുക്കിവിടെ നാളെ രാവിലെ അതായത് 2 April വ്യാഴാഴ്ച 6:30 AM ട്രംപ് ഒരു എന്താ പറയുക ഒരു നാഷണൽ അഡ്രസ്സ് നടത്തുന്നുണ്ട് എന്നുള്ള. ആ നാഷണൽ അഡ്രസ്സിൽ എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത്? അതായത് വളരെ വൈഡ്ലി പബ്ലിസൈസ് ചെയ്തിട്ടുള്ളൊരു നാഷണൽ അഡ്രസ്സാണ്. അപ്പോൾ ഇപ്രാവശ്യം അമേരിക്കൻ ജനത മാത്രമായിരിക്കില്ല അതിനെ ഉറ്റുനോക്കുന്നത്, ഗ്ലോബൽ ജനത, അതായത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ആ ഒരു പ്രസിഡൻഷ്യൽ അഡ്രസ്സ്, അതായത് നേഷനെ അഡ്രസ്സ് ചെയ്യുന്ന ആ ഒരു സ്പീച്ചിനെ വളരെ ക്ലോസ്ലി വാച്ച് ചെയ്യും എന്നുള്ളതാണ്. ഒരുപാട് സ്പെക്കുലേഷൻ ആ സ്പീച്ചിൽ എന്തായിരിക്കും എന്നുള്ളത് പല ഡിഫൻസ് അനലിസ്റ്റുകളുടെയും അല്ലെങ്കിൽ പല എന്താ പറയുക ഫിനാൻഷ്യൽ എക്കണോമിക് അനലിസ്റ്റുകളുടെയും അല്ലെങ്കിൽ ട്രേഡ് റിലേഷൻഷിപ്പ് ഹാൻഡിൽ ചെയ്യുന്നവരുടെയൊക്കെ പല അഭിപ്രായങ്ങളും സിസ്റ്റത്തിലോട്ട് വരുന്നുണ്ട്. നമ്മൾ മൈഫിൻ്റെ ഭാഗത്തു നിന്ന് ഒരു റിസർച്ച് ഡെസ്കിൽ നമ്മൾ നോക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ എന്തായിരിക്കും ഒന്ന് പറയാൻ പോകുന്നത്? മിക്കവാറും ഇതൊരു എക്സ്പെക്റ്റേഷൻ മാത്രമാണ്. എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ ന്യൂക്ലിയർ ന്യൂട്രലൈസേഷനെ കുറിച്ച് അദ്ദേഹം പറയുമായിരിക്കും. അതായത് അദ്ദേഹം പറയാൻ പോകുന്നത് എന്താ, ഇറാനിൽ ലോകരാജ്യങ്ങൾക്ക് ത്രട്ടായിരുന്ന ആ ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി ഞങ്ങൾ പാടെ നശിപ്പിച്ചുവെന്നും ഇനി കൊല്ലങ്ങൾ, അതായത് സോ ഇയേഴ്സ്, അത് എത്ര കൊല്ലം എന്നല്ല, കുറേ നാളത്തേക്ക് ഇറാന് ഇനി ആ ഒരു ന്യൂക്ലിയർ പ്രോഗ്രാമായിട്ട് മുന്നോട്ട് വരാൻ പറ്റില്ല എന്നുള്ള ഒരു ന്യൂക്ലിയർ ന്യൂട്രലൈസേഷനെ കുറിച്ച് ഒരു ഹിൻഡ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് നിഖിൽ. രണ്ടാമത് എനർജി ആൻഡ് എക്കണോമിയെക്കുറിച്ച് പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഗ്ലോബലി ഓയിൽ പ്രൈസസ് കയറിയല്ലോ, സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിനെ കുറിച്ച് ഒരു റെസൊല്യൂഷനും ആയിട്ടില്ല. അപ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും എങ്ങനെ അമേരിക്കൻ എക്കണോമി ആ ഒരു ഓയിൽ പ്രൈസ് ഷോക്കിനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുമായിരിക്കും എന്നുള്ളൊരു സ്പെക്കുലേഷനും കൂടി വരുന്നു എന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓവർനൈറ്റിലും ഇന്നലത്തെ ദിവസവും വന്നത് കാരണം നമുക്കറിയാം 2 ദിവസമായിട്ട് US വാൾ സ്ട്രീറ്റ് വളരെ ഫേവറബിൾ ആയിരുന്നു. ഇന്നലെ തന്നെയുള്ള കാര്യങ്ങൾ നേരെ ക്ലിയർ ആയിട്ട് നിഖിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതായത് S&P 500 ഏതാണ്ട് നിയർലി 3% +2.9% അപ്പായിരുന്നു, നാസ്ഡാക്ക് +3.8% അപ്പായിരുന്നു, ഡൗ ജോൺസ് +2.4% അപ്പായിരുന്നു. സോ US മാർക്കറ്റ് ഹാസ് റിയാക്റ്റഡ് പോസിറ്റീവ്ലി ടു ഇറ്റ്. ഇൻഫാക്ട്
ട്രംപ് അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിൽ മാർക്കറ്റ് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നില്ലേ, മാർക്കറ്റ് ഈസ് നിയർ ടു ഹിസ്റ്റോറിക് ഹൈ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിനെയും കൂടെ അദ്ദേഹം മനസ്സിൽ വയ്ക്കുന്നു എന്നുള്ള വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഓരോ ഇൻ്റർവ്യൂവിലും ഓരോ സ്പീച്ചിലും നമുക്ക് കാണാം എന്നുള്ളതാണ്. നമ്മൾ നോക്കുമ്പോൾ ഗ്ലോബൽ ക്യൂസിൻ്റെ ഭാഗത്ത് നിന്ന് ഡോളർ ഇൻഡെക്സ് ഒന്ന് നോക്കുകയാണെങ്കിലോ 99.73 ആയിരിക്കുന്നു എന്നുള്ള. വീണ്ടും നമ്മൾ ഗ്ലോബൽ ക്യൂസ് എന്ന രീതിയിൽ നമ്മൾ ട്രഷറി മാർക്കറ്റ് നോക്കാറുണ്ട്. അതിൽ 10-year ട്രഷറി 10-year ബോണ്ട് ഈൽഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയായി 4.29% ആയി താന്നിരിക്കുന്നു എന്നുള്ള. നമ്മൾ പലപ്പോഴായിട്ട് നമ്മുടെ മൈഫിൻ്റെ ഓപ്പണിംഗ് അവേഴ്സിൽ പറഞ്ഞു 4.42 ഒക്കെ എത്തിയപ്പോൾ പറഞ്ഞു 4.5% 10-year ബോണ്ട് ഈൽഡ് US വരികയാണെങ്കിൽ US എക്കണോമിക്കും ഗ്ലോബൽ എക്കണോമിക്കും US സ്റ്റോക്ക് മാർക്കറ്റിനും ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിനും നല്ലതല്ല. അതായത് ഒരു റെഡ് ലൈൻ ആണ്, അത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഒരു വാർണിംഗ് സിഗ്നൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞു എപ്പോഴൊക്കെ 10-year ബോണ്ട് ഈൽഡ് 4.5% അടുത്ത് പോകുന്നു അപ്പം മുതൽ ട്രംപ് തിരിച്ച് പിൻവലിയുന്ന, അതായത് ടാക്കോ ട്രേഡ്, അതായത് ട്രംപ് ഓൾവേസ് ചിക്കൻസ് ഔട്ട് എന്ന് പറയുന്ന ട്രേഡ് നടക്കാറുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. വീണ്ടും ഈ പറയുന്ന പോലെ 4.5 അടുത്തോട്ട് വന്നപ്പോഴാണ് ഈ പറയുന്ന പോലെ ട്രംപ് വീണ്ടും നമ്മളിതൊരു ഇൻഡിക്കേഷനായിട്ട് നമ്മൾ പറയുകയും ചെയ്തു വാച്ച് ചെയ്യണം 10-year ബോണ്ട് ഈൽഡ് എന്നുള്ള. അവിടെ വന്നപ്പോൾ അതാ ഒരു ഡി എസ്കലേഷൻ്റെ സംസാരങ്ങളൊക്കെ വരുന്നു എന്നുള്ള. ഇപ്പോൾ 10-year ബോണ്ട് ഈൽഡ് ട്രേഡ് ചെയ്യുന്നത് 4.29%, 2-year ബോണ്ട് ഈൽഡ് ട്രേഡ് ചെയ്യുന്നത് 3.77% എന്നുള്ള. ബട്ട് നിഖിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു നിഖിൽ നിഖിൽ പറഞ്ഞു ഇന്നും വില്ലനായിട്ട് നിൽക്കുന്നത് ഓയിൽ തന്നെയാണ്. ക്രൂഡ് ഇപ്പോഴും $100 മുകളിലാണ് നിൽക്കുന്നത്. ഞാൻ ലാസ്റ്റായിട്ട് നോക്കുമ്പോൾ ഏതാണ്ട് US ഡോളേഴ്സ് 102 per barrel, 105 per barrel എന്ന രീതിയിൽ ട്രേഡ് ചെയ്യുന്നു. അതായത് ഒരു വാക്കിൽ പറയാം, എത്ര ആയിക്കോട്ടെ അതിന് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുമെങ്കിലും 100 മുകളിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. US ഡോളേഴ്സ് 105 per barrel, WTI ആണെങ്കിലോ 102.7 per barrel വെസ്റ്റ് ടെക്സാസ് ക്രൂഡ് ട്രേഡ് ചെയ്യുന്നു എന്നുള്ള കാര്യമുണ്ട്. അതായത് ഓയിൽ സ്റ്റിൽ റിമെയിൻസ് കോസ്റ്റ്ലി ആൻഡ് ഹൈ എന്നുള്ളതാണ്. അതാണ് നമ്മളെപ്പോലത്തെ ഒരു ഓയിൽ കൺസ്യൂമിങ് ആയിട്ടുള്ള രാജ്യം, അതായത് ഓയിൽ റോ മെറ്റീരിയൽ ആയിട്ടുള്ള രാജ്യം, ഓയിൽ ഫീഡ് സ്റ്റോക്ക് ആയിട്ടുള്ള ഇന്ത്യ പോലത്തെ രാജ്യത്തിന് ഏറ്റവും വലിയ ശത്രുവായിട്ട് വരുന്നത് ഓയിൽ തന്നെയാണെന്നുള്ള. US മാർക്കറ്റ് ഇന്നലെ കയറിയിരിക്കാം, കാര്യം അവർക്ക് ഈ പറയുന്ന പോലെ ആവശ്യത്തിന് ഓയിലും ഗ്യാസും ഉണ്ട്. അതുമാത്രമല്ല എക്കണോമിയെ പവർ ചെയ്യുന്ന, എക്കണോമിയുടെ GDPയിൽ വാല്യൂ ആഡ് ചെയ്യുന്ന സെക്ടേഴ്സും അവർക്കുണ്ട്. ഏതാ? ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഡേറ്റാ സെൻറ്റേഴ്സ് എന്ന് പറയുന്ന ഹൈ ഗ്രോത്ത് സെക്ടേഴ്സ്. US GDPക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടേഴ്സിൻ്റെ ഏർണിങ്സിനും കുഴപ്പമില്ലാതെ പോകുന്നു. സ്വന്തമായിട്ടും ഓയിലും ഗ്യാസും ഉള്ള രാജ്യമായി US മാറുന്നുണ്ട്. US സ്റ്റോക്ക് മാർക്കറ്റോ വാൾ സ്ട്രീറ്റോ കയറി എന്ന് പറയുന്നത് നമുക്കൊരു ഗ്ലോബൽ ക്യൂ ആയിട്ട് നമുക്ക് ഇവിടെ എടുക്കാമെങ്കിലും അത് പെർമനൻ്റ് ആയിട്ടൊരു പോസിറ്റീവ് സിഗ്നലായിട്ട് ഇന്ത്യക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം എന്താ? ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളെ എന്നും ബോദർ ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഓയിൽ ഒന്ന്, രണ്ടാമത് USD INR പെയറിൻ്റെ എക്സ്ചേഞ്ച് റേറ്റും ആയിരിക്കും നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് തന്നെ. കാരണം എന്താ? ഇന്നും ട്രംപിൻ്റെ വാക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രംപ് പറയുന്നത് ഞങ്ങൾ ഇറാനിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള. ബട്ട് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അധികം ഇടപെടാൻ ചാൻസ് ഇല്ല. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ആരുടെ ബാധ്യതയാണ്? ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? അതിൽ നിന്നും പ്രോഫിറ്റ് ചെയ്യുന്നവർ, അതായത് അതുവഴി കച്ചവടം നടത്തുന്നവർ, അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുന്ന ആൾക്കാരുടെ ഡ്യൂട്ടിയാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറയും. ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല. അതിൻ്റെ അർത്ഥം എന്താ? അതായത് ഞങ്ങളെ സംബന്ധിച്ച്, അതായത് ട്രംപിൻ്റെ വാക്കുകളിൽ നിന്ന് പറയുന്നത് എന്താ? US-നെ സംബന്ധിച്ച് ഞങ്ങൾ ഓയിൽ പ്രൈസസിൻ്റെ കാര്യത്തിലൊക്കെ ഞങ്ങളുടെ രാജ്യത്തിൽ ആവശ്യത്തിനുണ്ട്, അവിടെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ നോക്കിക്കോളാം, എന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോക്കണം എന്നുള്ള രീതിയിൽ കൈയൊഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാമെന്നല്ല. അതായത് അത് ശരിക്കും പറഞ്ഞാൽ അനലിസ്റ്റുകൾ പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് കൊട്ടാണ്. ആർക്കിട്ട്? അതായത് ട്രംപ് പലപ്പോഴായിട്ട് ഈ കോൺഫ്ലിക്റ്റിൻ്റെ ഇടയിൽ അലൈഡ് കൺട്രീസ് അല്ലെങ്കിൽ നേറ്റോ കൺട്രീസിനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അതായത് ഞങ്ങൾ പറയുന്ന കാര്യമൊക്കെ നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടല്ലോ, ഇറാൻ ശരിയല്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ട് എന്നെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചേർന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന്, അതായത് ലോകത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇറാനെ അറ്റാക്ക് ചെയ്യുന്നത്, ലോകത്തിൻ്റെ സ്റ്റെബിലിറ്റിക്കാണ് എന്നുള്ളത് അറബ് രാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നു, അലൈഡ് ആയിട്ടുള്ള യൂറോപ്യൻ കൺട്രീസും അക്സെപ്റ്റ് ചെയ്യുന്നു, നേറ്റോ എന്ന് പറയുന്ന രാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾക്കാർക്കും നാറാൻ വയ്യ, നിങ്ങൾക്കാർക്കും ഇതിൽ ഇടപെടാൻ വയ്യ. അതിന് ഞങ്ങൾ തന്നെ വരണം. അതായത് പേര് മോശം കംപ്ലീറ്റ് ഞങ്ങൾക്കും, സന്തോഷം കംപ്ലീറ്റ് നിങ്ങൾക്കും.
എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ദേഷ്യം അദ്ദേഹം ഇന്നും പ്രകടിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ഞങ്ങളുടെ ഒരു ജോലിയല്ല, അത് ആവശ്യമുള്ളവർ, എനിക്ക് തോന്നുന്നു ഫ്രാൻസ്, UK പോലുള്ള രാജ്യങ്ങൾക്ക് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കൊട്ടു കൊടുക്കുകയാണ്. അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, അലൈസിൻ്റെ ഡ്യൂട്ടിയാണ്, അത് തന്നെത്താൻ തുറന്നോളും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടപെട്ട് തുറക്കുക എന്നുള്ളത്. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഓയിലും ഗ്യാസ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ട് എന്ന് ഇൻഡയറക്റ്റ്ലി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ള. അപ്പം നമ്മളെ സംബന്ധിച്ച് എന്താ, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു നല്ലൊരു വിഭാഗം ഓയിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വഴി പാസ് ചെയ്യാതെ നമുക്ക് വരിക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മുടെ ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ച് നമ്മുടെ ഒരു വൾണറബിലിറ്റി എന്താണെന്നറിയോ, നമ്മുടെ മാർക്കറ്റിനും നമ്മുടെ എക്കണോമിക്കുള്ള വൾണറബിലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇറാനായിട്ട് ഇപ്പം ഈ ഒരു പീസ് ടോക്കൊക്കെ വന്ന് ഇത് കാര്യങ്ങൾ ഇത് ചെയ്യുകയാണെന്ന് വെച്ചോളൂ. ചെയ്യുകയാണെങ്കിൽ ഇറാൻ ഈ ഗൾഫ് കൺട്രികളോട് പെരുമാറുന്നതെന്ന് അറിയില്ല. കാര്യം ഗൾഫ് കൺട്രികൾ ഇറാൻ്റെ മനസ്സിൽ ശത്രുവായി കഴിഞ്ഞു. കാര്യം US-നെയും ഇസ്രായേലിനെയും ഹെൽപ്പ് ചെയ്തത് ഈ ഗൾഫ് കൺട്രീസാണ്. ലോജിസ്റ്റിക് സപ്പോർട്ട് കൊടുത്തു, ബേസ് കൊടുത്തു, ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്ത സ്ഥിതിക്ക് അവരോട് ദേഷ്യമുള്ളതുകൊണ്ട് ഇറാൻ റിമെയിൻ ചെയ്യുന്നിടത്തോളം കാലം, ഇറാൻ്റെ ദേഷ്യം നിലനിൽക്കുന്നിടത്തോളം കാലം, ഇറാന് ഹോർമിസിൽ കൈ കടത്താൻ പറ്റുന്നിടത്തോളം കാലം ഈ ഹോർമിസ് എന്ന് പറയുന്നത്, ഹോർമോസ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് ഒരു ചോക്ക് പോയിൻ്റ് ആയി നിലനിൽക്കുക തന്നെ ചെയ്യും. അതിനെന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവണമെങ്കിൽ ഓയിൽ പ്രൈസിനെ ഇമ്പാക്റ്റ് ചെയ്യും. ഓയിൽ പ്രൈസ് ഇമ്പാക്റ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് വളരെ നെഗറ്റീവാണ്. ഇൻഫ്ലേഷൻ ഒരു വലിയൊരു കാരണമായി അത് മാറിയേക്കാം എന്നുള്ള. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇൻഫ്ലേഷൻ കൂടുകയാണെങ്കിലുള്ള പ്രോബ്ലം എന്താണ്? ഇന്ത്യയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു April 6, 7 ഇനി വരാൻ പോകുന്ന ഒരാഴ്ചയിൽ ഇവിടെ RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ്, MPC മീറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി തന്നെ നമുക്കറിയാം പല കാരുടെയും ഐറ്റംസിൻ്റെയും വില ഇന്ത്യയിൽ കൂട്ടിയിട്ടുണ്ട്. ആ വില കൂട്ടിയത് കാരണം എങ്ങനെയാണ് ഇൻഫ്ലേഷനെ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യത്തിൽ എന്നുള്ളത്. അതായത് RBI ചിലപ്പോൾ ഒരു പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടില്ലായിരിക്കാം, ഒരു ഹോൾഡ് ആയിരിക്കാം, പക്ഷേ അവർ എന്താണ് പറയാൻ പോകുന്നത്, ഹോക്കിഷ് ആയിട്ടുള്ള സ്റ്റാൻഡ് ആയിരിക്കുമോ, ഡോവിഷ് ആയിട്ടുള്ള സ്റ്റാൻഡ് ആയിരിക്കുമോ, അവർ എക്കണോമിയുടെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നതെന്ന് അനുസരിച്ചിരിക്കും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫർദർ മൂവ്. ഇന്നും നാളെയൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടുമായിരിക്കാൻ. കാര്യം എന്താ, ഒരു റിലീഫ് റാലി, അതായത് മാർക്കറ്റിൽ ഒരു ഷോർട്ട് ഉണ്ടെങ്കിൽ ഒരു ഷോർട്ട് കവറിങ് റാലി പെട്ടെന്നൊരു ബൈ നടത്തുമ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്വേർഡ് റാലി നടക്കും എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ലാസ്റ്റ് നോക്കിയപ്പോൾ ഏതാണ്ട് 526 പോയിന്റ്, ഇപ്പോൾ നോക്കുമ്പോൾ 570 പോയിന്റ് നിഫ്റ്റി അപ്പാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ഒരു പ്രഷർ പോയിന്റ് ആയിട്ട് നിൽക്കുന്നത് നല്ലതല്ല എന്നുള്ള. എന്തുകൊണ്ടാണ് ഈ RBIയുടെ മോണിറ്ററി പോളിസിയും ഈ ഓയിലും എക്സ്ചേഞ്ച് റേറ്റും നമുക്ക് പ്രശ്നം വരുന്നതെന്നറിയോ? അതായത് നമ്മുടെ ഇന്ത്യൻ ലിസ്റ്റഡ് കമ്പനികളുടെ ഏർണിങ്സ് ഗ്രോത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ബ്രോക്കറേജസ്, അതൊരു ഡൊമസ്റ്റിക് ബ്രോക്കറേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോറിൻ ബ്രോക്കറേജസ് ആയിക്കോട്ടെ, ഒരു ഫോർമുലയാണ്. അതായത് ഇത് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, ഈ റോ മെറ്റീരിയൽ പ്രൈസ് ഇത്രയും വരികയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ഇങ്ങനെ കൂടും, പ്രോഫിറ്റ് മാർജിൻ ഇങ്ങനെ കൂടും, അങ്ങനെയാണെങ്കിൽ റവന്യൂ ഇത്രയും വരും, ആ റവന്യൂവിൽ നിന്ന് നമുക്ക് ഇത്രയും നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുള്ളൊരു ഫോർമുല അവിടെ നിൽക്കുമ്പോൾ ഇതിനകത്ത് കുറേ വേരിയബിൾസ് ഉണ്ട്. ആ വേരിയബിൾസ് എന്താ? ആ വേരിയബിൾസ് എന്ന് വെച്ചാൽ ആ കമ്പനിക്ക് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ആ ഡെപ്റ്റ് സർവീസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കോസ്റ്റ് എത്രയാണ്. അപ്പോൾ നമ്മൾ RBIയുടെ മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റിന് ചേഞ്ച് വരുമ്പോൾ ഈ ഇൻട്രസ്റ്റ് കോസ്റ്റ് ചേഞ്ച് വരുമ്പോൾ കമ്പനിയുടെ എക്സ്പെൻസസ് മാറും, അതിനനുസരിച്ച് ഏർണിങ്സ് മാറും, പ്രോഫിറ്റ് മാറും എന്നുള്ള. രണ്ടാമത്, ഈ പല കമ്പനിയുടെയും റോ മെറ്റീരിയൽ പ്രൈസസ്, അതായത് നമ്മുടെ കമ്പനിയുടെ P&L നോക്കുമ്പോൾ എക്സ്പെൻസിൽ വരുന്ന ഫ്യൂവൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഓയിൽ പ്രൈസസ് ഹയർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് വീണ്ടും അവരെ അഫക്റ്റ് ചെയ്യുന്നില്ല. അതുമാത്രമല്ല, പല ഇന്ത്യൻ ഇൻഡസ്ട്രികൾക്കും പല ഇന്ത്യൻ ബിസിനസ്സുകൾക്കും ഫീഡ് സ്റ്റോക്കായിട്ട് വരുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗ്യാസ് ബേസ്ഡ് ആണ്. അപ്പോൾ ഗ്യാസിന് പ്രശ്നം വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള. പിന്നെ നമ്മുടെ വലിയൊരു ഇൻഡസ്ട്രിയായ ഫാമിംഗ് ഇൻഡസ്ട്രിയിലെ ഫെർട്ടിലൈസേഴ്സിൻ്റെ കാര്യത്തിലും യൂറിയ പ്രൈസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സൾഫർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയൊക്കെ ക്രൂഡിൻ്റെ പല ഡെറിവേറ്റീവ്സും മാറി മറിയുന്ന വേരിയബിളായിട്ട് നമ്മുടെ ടോട്ടൽ ഇക്വേഷനിൽ നിൽക്കുമ്പോൾ ആ ഇക്വേഷനിൽ എവിടെയാണ് ഡിനോമിനേറ്ററിലാണോ ന്യൂമറേറ്ററിലാണോ ഈ വക ഫാക്ടേഴ്സ് വരുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ച് ഏർണിങ്സിൻ്റെ കാൽക്കുലേഷൻ മാറി EPS മാറുമ്പോൾ, അതായത് ഒരു സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഏർണിങ്സ് പെർ ഷെയർ, ഒരു ഷെയറിൻ്റെ പ്രോഫിറ്റബിലിറ്റി
എന്നുള്ള കാൽക്കുലേഷനിലേക്ക് പോകുമ്പോൾ അത് കുറഞ്ഞാണ് വരണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്നത്തെ കാലത്ത് ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ്, അൽഗോരിതം ട്രേഡിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ട്രേഡിംഗ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ ഈ വക ഫോർമുലാസ് ഫീഡ് ചെയ്ത് വെക്കുമ്പോൾ ഒരു സെല്ലിംഗ് ഓട്ടോമാറ്റിക്കലി അതിനകത്തേക്ക് വന്നേക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് 3 കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. ഒന്ന് $US INR പെയറിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ്, 2 എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ പ്രൈസസ്, 3 എന്ന് പറയുന്നത് RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ പോളിസി. ഈ 3 കാര്യങ്ങളായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിനെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്, പ്രത്യേകിച്ച് ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കത്തിൽ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യം എന്താ, ഡൊമസ്റ്റിക് LPG പ്രൈസസിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഗവൺമെൻറ് വില കൂട്ടിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ. അതായത് നമ്മൾ റീറ്റെയിൽ, അതായത് ഒരു പെട്രോൾ പമ്പിൽ പോയി നമ്മൾ ഫില്ല് ചെയ്യുന്ന പെട്രോളിനും ഡീസലിനും ഇതുവരെ ഒരു ഹൈക്ക് വന്നിട്ടില്ല എന്നുള്ള. ബട്ട് ഓൺ ദി അതർ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 19 കിലോഗ്രാം കമേഴ്ഷ്യൽ LPGയുടെ വില കൂട്ടി എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. രണ്ടാമത് ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ ATFൻ്റെ വില നന്നായിട്ട് കൂട്ടിയെന്നറിയാം. അതുമാത്രമല്ല നമ്മുടെ പെർഫോമൻസ് പെട്രോൾ ഡീസൽ, അതായത് പ്രീമിയം പെട്രോളിൻ്റെ ഡീസലിൻ്റെ പ്രൈസും കൂട്ടി. നമ്മുടെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ആ ഒരു ഡൊമസ്റ്റിക് LPG, ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും പ്രൈസ് കൂട്ടിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ട് മുന്നോട്ട് പോകണു എന്നുള്ള. ബട്ട് ഒരു കാര്യം ബിറ്റ്വീൻ ദ ലൈൻസ് നമ്മൾ വാങ്ങിക്കണം, അതായത് ഇത് ഇമ്പാക്റ്റ്, ഗവൺമെൻറ് വില കൂട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ എക്കണോമിക്ക് ഇമ്പാക്റ്റ് ഉണ്ടായില്ല എന്ന് വിശ്വസിക്കരുത്. ഇമ്പാക്റ്റ് ഉണ്ട്. ഇമ്പാക്റ്റ് ഉള്ളതുകൊണ്ടാണല്ലോ ആ ഇമ്പാക്റ്റിൻ്റെ ആ ഒരു എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കമേഴ്ഷ്യലായിട്ടുള്ള 19 കിലോഗ്രാം LPGയുടെ വില കൂട്ടിയതും ATFൻ്റെ വില കൂട്ടിയതും. അതുമാത്രമല്ല ഈ പറയുന്ന പ്രീമിയം പെട്രോളിൻ്റെ ഡീസലിൻ്റെയൊക്കെ വില കൂട്ടിയതും എന്താ, ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റ് ഒന്ന് കുഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ കൂട്ടിയത്. എന്നാൽ എന്തുകൊണ്ടായിരിക്കാം നമുക്ക് ഡൊമസ്റ്റിക് ആയിട്ട് കിട്ടുന്ന LPGക്കും ഡൊമസ്റ്റിക് ആയിട്ട് റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് കിട്ടുന്ന പെട്രോളിനും ഡീസലിനും വില കൂട്ടാത്തത്? ഒരേ ഒരു കാരണമായിരിക്കാം. എന്താണ്? ഇമ്പാക്റ്റ് ഉണ്ടോ? ഉണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് കൂട്ടണില്ല? മേ ബി ബിക്കോസ് ഇറ്റ്സ് എൻ എലക്ഷൻ. 5 സംസ്ഥാനങ്ങളിലെ ആസാം, കേരള, വെസ്റ്റ് ബംഗാൾ, പോണ്ടിച്ചേരി, തമിഴ്നാട് ഇലക്ഷൻ നടക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്ന പോലെ കൂട്ടാത്തത് എന്നുള്ള. ഗവൺമെൻറ് ഇമ്പാക്റ്റ് വരുന്നുണ്ടോ? ഇമ്പാക്റ്റ് വരുന്നുണ്ട്. OMCസിന് അണ്ടർ റിക്കവറീസ് വരുന്നുണ്ട്. അണ്ടർ റിക്കവറീസ് പറഞ്ഞാൽ 100 രൂപയ്ക്ക് വിൽക്കേണ്ട സാധനം 90 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ആ വരുന്ന ഒരു കുറവിനെയാണ് നമ്മൾ അണ്ടർ റിക്കവറീസ് എന്ന് സിമ്പിൾ ടേംസിൽ, ടെക്നിക്കലേ ആയിട്ടല്ല, സിമ്പിൾ ടേംസിൽ പറയണം. അത് വരുന്നുണ്ടോ? ഉണ്ട്. അത് ആര് അബ്സോർബ് ചെയ്യുന്നു? അത് ഗവൺമെൻറ് അബ്സോർബ് ചെയ്യുന്നു താൽക്കാലികമായിട്ട്. വേറെ എവിടെയോ, അതായത് ഇവിടെ കിട്ടുന്ന വേദന വേറെ എവിടെയോ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റിൻ്റെ ഒരു കഥയുണ്ട്. അത് ഞാൻ അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മുടെ പ്രേക്ഷകർ, മൈഫിൻ്റെ പ്രേക്ഷകർക്ക് ഞാനൊന്ന് നിരത്തുന്ന കാര്യം എന്ന് വെച്ചാൽ 2004 മുതൽ 2009, 2010 വരെ ആ സമയം എന്തുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നു വെച്ചാൽ വേറെ ഒന്നുമല്ല, അതിനകത്ത് വേറെ നമ്മൾ പൊളിറ്റിക്കലായിട്ടൊന്നും കാണണ്ട. ഇന്ത്യ ഫേസ് ചെയ്തൊരു സിറ്റുവേഷൻ, അന്നത്തെ ഗവൺമെൻറ് ഡിസിഷനുമാണ്, ഞാൻ അതിനകത്ത് തെറ്റൊന്നും പറയുന്നില്ല. ബട്ട് അന്ന് 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വന്ന സമയത്ത് ഓയിൽ ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്തു. നമ്മൾ ഈ ഇരിക്കുന്ന 2026 2008 ഒരിടയ്ക്ക് ഈ ഓയിൽ പ്രൈസസ് $145, 147 പെർ ബാരൽ വരെ എത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ള. അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്തത്? ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ടു കീപ് ദ ഡൊമസ്റ്റിക് പ്രൈസസ് ലോ, അതായത് റീറ്റെയിൽ പ്രൈസസും ജനങ്ങളിലേക്ക് എത്തുന്ന പ്രൈസസും കുറച്ച് വയ്ക്കാൻ വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്തു? ഗവൺമെൻറ് സബ്സിഡൈസ് ചെയ്യുന്നതിന് പകരം വില കുറച്ചില്ല. വില കുറയ്ക്കുമ്പോൾ ആ ഒരു അണ്ടർ റിക്കവറി സബ്സിഡൈസ് ചെയ്യണം. പറയുക ഒരു കുറവ് വന്നു അല്ലേ, 100 രൂപയ്ക്ക് വിൽക്കേണ്ട സാധനം 90 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ആ 10 രൂപയുടെ കുറവ് ഗവൺമെൻറ് ഇമ്പാക്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് എവിടെ അക്കൗണ്ട് ചെയ്യണം? ആ സബ്സിഡി എവിടെ അക്കൗണ്ട് ചെയ്യണം? ബഡ്ജറ്റിൽ അക്കൗണ്ട് ചെയ്യണം. അതായത് ഞങ്ങൾ ഇതിന് വേണ്ടി മാറ്റി വെച്ചു എന്നുള്ള രീതിയിൽ പറയുന്നു. ബട്ട് അന്നത്തെ ഗവൺമെൻറ്, അന്നത്തെ ചിന്തയനുസരിച്ച് ഗവൺമെൻറ് എന്ത് ചെയ്തു? ഇത് ബഡ്ജറ്റിൽ അക്കൗണ്ട് ചെയ്തില്ല. ബഡ്ജറ്റിൽ അക്കൗണ്ട് ചെയ്യാതെ അവരെന്ത് ചെയ്തു? ഓയിൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തു. എത്ര രൂപയ്ക്ക്? 1.48 lakh crore ഓയിൽ ബോണ്ട് ഇഷ്യൂ ചെയ്തു എന്നുള്ള. ആ ബോണ്ടിൻ്റെ റേറ്റ് എത്രയായിരുന്നു അറിയോ? ഏതാണ്ട് 7 to 8.4% റേറ്റിലാണ് അത് ചെയ്തതെന്നറിയാം. അതായത് ഇത് ആ 1.48 lakh crore പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഓയിൽ ബോണ്ടായിട്ട് കൊടുക്കുമ്പോൾ ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ബിലോ ദ ലൈൻ എന്നാണ്. ബിലോ ദ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ബഡ്ജറ്റിൻ്റെ ഫിഗേഴ്സിനെ ഇത് അഫക്റ്റ് ചെയ്യില്ല ബോണ്ടായിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ. അതായത് അതിനെ നമ്മൾ ഈ ഓഫ് മാർക്കറ്റ് ബോറോയിങ്, നമ്മുടെ കിഫ്ബിയുടെ കേസിലൊക്കെ നമ്മൾ സംസാരിക്കാറില്ലേ, അതേപോലെ. അതായത് ഗവൺമെൻറ്റിൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് നമ്പേഴ്സിനെ
ഇത് അഫക്റ്റ് ചെയ്യില്ല. കാര്യം അത് ബോണ്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് നമ്പേഴ്സിനെ അഫക്റ്റ് ചെയ്തതിന് എങ്ങനെ? ബഡ്ജറ്റിൽ ഇതൊരു സബ്സിഡി ആയിട്ട് കൊടുത്തിരുന്നത് കാണിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് നമ്പേഴ്സിനെ അത് അഫക്റ്റ് ചെയ്തതിനെ എന്നുള്ള. അതായത് അന്നത്തെ ക്രിറ്റിസിസം എന്നറിയോ, അന്ന് 6.1% ആയിരുന്നു ഇന്ത്യയുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അപ്പോൾ ഓപ്പോസിഷനും മറ്റുള്ള പത്രക്കാരും എക്കണോമിസ്റ്റുകളും പറയണതെന്ന് വെച്ചാൽ ഇത് ഓയിൽ ബോണ്ടിന് പകരം നമ്മൾ ബഡ്ജറ്റിൽ ഇതിനകത്തൊരു എൻട്രി കാണിച്ചിരുന്നെങ്കിൽ, ഈ സബ്സിഡിക്ക് ഒരു എൻട്രി കാണിച്ചിരുന്നെങ്കിൽ ഈ 6.1% ആയിരിക്കില്ല ഇന്ത്യയുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, 7.9% ആയിരിക്കും എന്നുള്ള രീതിയിൽ അന്നൊരു ആർഗ്യുമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നത് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ടെന്നുള്ളത്. അതായത് ഈ 20 കൊല്ലത്തെ ബേർഡൻ നമ്മൾ 2026 മാർച്ച് മാസത്തോടെ അവസാനിച്ചിരിക്കുന്നു. അതായത് ഗവൺമെൻറ് അതെല്ലാം റീപേ ചെയ്തിരിക്കുന്നു. ആ ഓയിൽ ബോണ്ട് റീപേ ചെയ്ത് പഴയ കടങ്ങൾ, എന്തുകൊണ്ടുണ്ടായ കടങ്ങൾ, ക്രൂഡ് ഭയങ്കരമായിട്ട് കയറുകയും അതിൻ്റെ ഇമ്പാക്റ്റ് ജനങ്ങളിലേക്ക് എത്താതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഗവൺമെൻറ് അവരുടെ യുക്തിക്കെടുത്ത ഒരു ഡിസിഷന്, അതായത് ഞാൻ ഇത് പറയുന്നത് ഒരു പൊളിറ്റിക്കലായിട്ട് നമ്മൾ കാണണ്ട, അതായത് എന്താണ് ഇമ്പാക്റ്റ് എന്നുള്ളത്. അതായത് നമ്മൾ കുറച്ച് കൊടുത്ത് ഈ പ്രൈസ് ജനങ്ങളിലേക്ക് എത്തിക്കാത്തതുകൊണ്ട് വില കൂടിയില്ല എന്ന് വിചാരിക്കരുത്, വേറെ എവിടെയോ കൂടുന്നു. അത് ഗവൺമെൻറ് എങ്ങനെ മാനേജ് ചെയ്യുന്നില്ല. അതായത് ആ 2005 മുതൽ 2008-10 വരെയുള്ള കാലഘട്ടത്തിലുള്ള ആ ഓയിൽ ബോണ്ട് ഇഷ്യൂ ചെയ്തത് 1.48 lakh crore നമ്മൾ അതിന് ഫുള്ള് പേ ചെയ്യാൻ എത്ര രൂപയെന്നറിയോ? അതായത് ഇതിൻ്റെ 1.48 lakh crore എന്ന് പറയുന്നത് അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഇത്രയും നാളത്തെ ഇൻട്രസ്റ്റ് അടയ്ക്കണമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇൻട്രസ്റ്റ് എത്രയാണ്? 7 to 8.4% ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ് ആ ബോണ്ട് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എത്ര വന്നു? 1.44 lakh crore. അപ്പോൾ ടോട്ടൽ 1.48 lakh crore പ്ലസ് 1.44 lakh crore വന്നപ്പോൾ തോന്നുന്നു 2.92 lakh crore ആണ് നമ്മൾ ഈ ഓയിൽ ബോണ്ടിന് ഇന്ത്യ 20 കൊല്ലം അടുപ്പിച്ചുള്ള കാലഘട്ടത്തിൽ അടച്ചു തീർത്തത്. എന്നാൽ 2008 ഓയിൽ പ്രൈസസ് ഭയങ്കരമായിട്ട് കയറിയപ്പോൾ ജനങ്ങൾക്ക് ആ ഇമ്പാക്റ്റ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് മാറുമ്പോൾ, അതായത് ആ അണ്ടർ റിക്കവറീസ് നമ്മൾ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ ബോണ്ട് ഡിക്ലെയർ ചെയ്തതിൻ്റെ ഇമ്പാക്റ്റാണ് പറയുന്നത്. നമുക്കൊരു കണക്കിന് ആർഗ്യൂ ചെയ്യാം, എന്നാലും നമ്മൾ പെട്രോൾ അടിക്കുന്നതിനും ഡീസൽ അടിക്കുന്നതിനും വില കൂടിയില്ലല്ലോ. കൂടിയിട്ടില്ല. പക്ഷേ നമ്മൾ എന്ത് സാക്രിഫൈസ് ചെയ്താണ്? 2,02.92 lakh crore, നിയർലി 3 lakh crore നമ്മൾ ഒരു ഫിഗർ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് പെട്രോളിനും ഡീസൽ. നമ്മൾ ഇംഗ്ലീഷിൽ ഒരു സെയിങ് ഉണ്ട്, റോബിങ് പീറ്റർ ടു പേ പോൾ. ഒരു പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് മറ്റേ പോക്കറ്റിന് കൊടുക്കുക എന്ന് പറയുന്ന സെയിം സംഭവമാണ് നടന്ന്. അതിൻ്റെ ഇമ്പാക്റ്റ് വളരെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ എന്തെല്ലാം സ്കീംസും റിഫോംസും ഒക്കെ വന്നു എന്നുള്ളത്. ഇത് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞു, ഇത് നമ്മൾ ഒരിക്കലും പൊളിറ്റിക്കൽ സീനിൽ കാണുന്നില്ല. ദിസ് ഈസ് ദ വൾണറബിലിറ്റി ഓഫ് ഇന്ത്യ. ബി ഇറ്റ് എനി ഗവൺമെൻറ്, അത് ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ, നമ്മുടെ വൾണറബിലിറ്റി ഉണ്ടാ. നമ്മളെ സംബന്ധിച്ച് ഈ നാച്ചുറൽ റിസോഴ്സസ് നമുക്ക് ഇല്ല എന്ന് പറയുന്നത് വളരെ വലിയൊരു കുറവാണ് എന്നുള്ള. അതിൽ നമുക്ക് വലിയ ഗവൺമെൻറ്റുകളെയൊന്നും വലിയ രീതിയിൽ കുറ്റം പറയാക്കൂല. കാര്യം വെച്ചാൽ ഇത് നാച്ചുറലി ഉണ്ടാവുന്ന ഏതെങ്കിലും ബേസിനിൽ ഒരു ഓയിലിൻ്റെ ഉണ്ടാവുന്ന. ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന ആൻഡമാൻസിന് ചുറ്റും നമ്മളൊരു പുതിയ ഒരു ഒരു ഓയിൽ റിസർവ് ഉണ്ട് എന്ന് തോന്നുന്നു. അതിൽ എത്രത്തോളം എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും, എത്രത്തോളം യൂസബിൾ ആണെന്നൊക്കെയുള്ള സ്റ്റഡി നടക്കുന്നതെന്നുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ച് ക്രൂഡ് എന്നും തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു വാള് തന്നെയാണ് എന്നുള്ള. അതിൽ നമ്മൾ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട. നമ്മളെ സംബന്ധിച്ച്, ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ജനരോക്ഷത്തിനെ അടച്ചു നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഒന്ന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പല ഗിമിക്സും പല ഗവൺമെൻറ്റും എടുക്കണം എന്നുള്ള. നമ്മളെ പിടിച്ച് നാളെ ഫിനാൻസ് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്റർ ആക്കിയാലും നമ്മളും ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരമാർത്ഥം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനെ ഒരു പൊളിറ്റിക്കലായിട്ട് കാണാതെ ഒരു എക്കണോമിക്കൽ പ്രോബ്ലവും നമ്മുടെ ഒരു ഹാൻഡിക്യാപ്പും, നമ്മുടെ എക്കണോമിയുടെ ഹാൻഡിക്യാപ്പുമായിട്ട്. എന്നാൽ വേറൊരു വഴിക്ക് നോക്കുകയാണെങ്കിൽ ഇതിന് വേറെ മാർഗ്ഗങ്ങളില്ലായിരുന്നോ? ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. നമ്മളെ സംബന്ധിച്ച് ഈ സോളാർ, വിൻഡ് പവർ, അതേപോലെ ഓൾട്ടർനേറ്റ് ഫ്യൂവലായിട്ട്, അതുമാത്രമല്ല ജിയോ തെർമൽ, മണ്ണിൻ്റെ അടിയിൽ, അതായത് ഭൂമിയുടെ അടിയിൽ ഉണ്ടാവുന്ന ചൂട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് അതിൽ നിന്നും എനർജിയും പവറും ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി, ഇൻസിഡൻ്റ്ലി ഓർ കോയിൻസിഡൻ്റ്ലി അതിലേക്കൊന്നും. അപ്പോൾ അടുത്ത കാലത്ത് നല്ല രീതിയിൽ സോളാർ പവറിനൊക്കെ ഒരു സബ്സിഡിയൊക്കെ കിട്ടി. പല വീടുകളിലും പല കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലും ക്യാപ്റ്റീവ് ആയിട്ടുള്ള പവർ പ്ലാന്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിൽ നമ്മുടെ ഗ്രോത്ത് ഇത്തിരി സ്ലോ ആയിപ്പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവേണ്ടതെന്നുള്ള കാര്യം. USD INR പെയറിലേക്ക് ഞാനൊന്ന് നോക്കുകയാണെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് 93.46 rupees per dollar എന്ന രീതിയിലായി എന്നുള്ളതാണ്. ഇതിനകത്ത് 2026 മാത്രം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്ത് ഏതാണ്ട് -5.2 to 6% വരെ താഴേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള.
ഇതിനകത്ത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാക്ടർ വരാൻ പോകുന്നത് എന്താ, പല കമ്പനികൾക്കും പുറത്തുനിന്നുള്ള ആ ഒരു ബിസിനസ് ഉള്ളതുകൊണ്ട് ചിലവർക്ക് അത് റവന്യൂ ആയിരിക്കാം, ചിലവർക്ക് അതൊരു ഡെഫിസിറ്റായി മാറാം. പക്ഷേ റുപ്പി ഡോളർ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റിൽ റിമെയിൻസ് എ കൺസേൺ. ഞാൻ അടുത്ത കാലത്ത് ഒരു പോൾ വായിച്ചിരുന്നു, അതായത് 10 മെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പോൾ, അതായത് ഇങ്ങനെ വാർ പ്രൊലോങ് ചെയ്യുകയാണെങ്കിൽ ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും ഡോളർ റുപ്പി റേറ്റ് എന്നുള്ളതിനെക്കുറിച്ച്. അതിൽ പലരും പറഞ്ഞിട്ടുണ്ട്. ബാർക്ലൈസ് പറയുന്നത് 97.4, IFA ഗ്ലോബൽ പറയുന്നത് 95.5, IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ എക്കണോമിക് റിപ്പോർട്ട് പറയുന്നത് 95.5, ബാങ്ക് ഓഫ് ബറോഡ പറയുന്നത് 95-96 നിൽക്കും, RBL ബാങ്ക് പറയുന്നത് 95, ഷിൻ ഹാൻഡ് ബാങ്ക് എന്ന് പറയുന്ന ഫോറിൻ ഏതാണ്ട് 92.97 ഇത്രയും പേര് പറയുമ്പോൾ നമ്മൾ ഇനി ഫോറക്സ് മാർക്കറ്റിൽ ഇതേപോലെ ഈ ബാങ്കുകൾ മാത്രമല്ലല്ലോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഫോറക്സ് മാർക്കറ്റിലെ എക്സ്പേർട്സും ഉണ്ട്. അപ്പോൾ ഫോറക്സ് മാർക്കറ്റിലെ ഞാൻ നോക്കുമ്പോൾ CR ഫോറക്സ് എന്ന് പറയുന്ന കമ്പനി പറയുന്നത് 92.5 to 93.5, മെക്ലൈ ഫിനാൻഷ്യൽ സർവീസസ് പറയുന്നത് 96, ഫിൻറെക്സ് ട്രഷറി അഡ്വൈസേഴ്സ് പറയുന്നത് 96. ഇനി നമ്മുടെ ബ്രോക്കിംഗ് കമ്പനികളിലെ പ്രത്യേകിച്ച് MK ഗ്ലോബൽ, അവർക്ക് നല്ല ഈ ഫോറിൻ എക്സ്ചേഞ്ചിന് നല്ല റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അവരും അവരുടെ റിപ്പോർട്ട് ഇറക്കിയിരിക്കുന്നത് 96. അതായത് നമ്മൾ ഇൻ ടോട്ടൽ നമ്മളൊന്ന് ആവറേജ് നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും, അതായത് ഈ വാർ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ഇറാൻ ഒരു ത്രെട്ടായിട്ട് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ നിൽക്കുന്നു, ഓയിലിൻ്റെ സപ്ലൈ ചെയിൻ ചോക്ഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ USD INR എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ആ പെയറിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് US ഡോളേഴ്സിന് ഏതാണ്ട് ഇന്ത്യൻ റുപ്പിയുടെ വില അനുസരിച്ച് 96-97 വില വരെ വന്നേക്കാം, വിച്ച് ഈസ് എ ത്രെട്ട് എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് എന്താ, നമ്മളിപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്നത് എവിടെയാണ്, നമ്മൾ ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. ഒരു ആഫ്രിക്കൻ കൺട്രിയും കൂടെ ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്, അതായത് അങ്കോള ഇപ്പോൾ വലിയൊരു ഇന്ത്യക്ക് ഒരു സപ്ലയറായി മാറിയിട്ടുണ്ട് എന്നുള്ള. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഏപ്രിൽ മിഡോടുകൂടി, അതായത് ഇനി ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ സൗത്ത് കൊറിയൻ പ്രസിഡന്റ്, അതായത് ലീ ജെ മ്യൂങ്, അദ്ദേഹം ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യാൻ പോകുന്നു ഏപ്രിൽ മിഡിലോടുകൂടി എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ, ഈ സൗത്ത് കൊറിയ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഈ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിലെ വളരെ വലിയൊരു പ്ലെയറാണ്, വളരെ ഹൈടെക് ആയിട്ടുള്ള പ്ലെയറാണ്. ഹൈ ക്വാളിറ്റി പ്രീമിയം എക്സലൻറ്റ് ഷിപ്സ് ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ് സൗത്ത് കൊറിയ എന്ന് പറയുന്നത്. അപ്പോൾ സൗത്ത് കൊറിയ ആയിട്ട് നമുക്ക് അതിനകത്തൊരു കൊളാബറേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സൗത്ത് കൊറിയയുടെ ഷിപ്പിംഗ് കമ്പനീസ് നമുക്ക് പൊതുവേ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഹ്യുണ്ടായി കാർ മാത്രമല്ല, അവർക്ക് ഷിപ്പിംഗ് ഉണ്ട്. അതേപോലെ ഡേവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് കമ്പനിയാണ് ഈ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ. അതുപോലെ ഈ സാംസങ്ങിന് ഹെവി ഇൻഡസ്ട്രീസ്, സാംസങ് SHI എന്ന് പറയുന്ന ഡിവിഷൻ ഉണ്ട്, അവരും ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ് എന്നുള്ളതാണ്. നമുക്കറിയാം 2025 ജൂലൈയിൽ ഹ്യുണ്ടായി കൊച്ചിൻ ഷിപ്പ് യാർഡായിട്ട് ഒരു എഗ്രിമെൻറ്റിലേക്ക് വന്നിരുന്നു എന്നുള്ള. എന്തുകൊണ്ട് ഞാനിത് പറയുന്നത് വെച്ചാൽ ഷിപ്പ് ബിൽഡിംഗ് സെക്ടറിൽ 50-60% ലോകത്തുള്ള ഷിപ്പുകൾ ഉണ്ടാക്കുന്നത് ചൈനയാണ്. രണ്ടാമത്തെ വലിയ പ്ലെയർ എന്ന് പറയുന്നത് സൗത്ത് കൊറിയയാണ്, 25-30% മാർക്കറ്റ് ഷെയർ ഉണ്ടെന്നുള്ള. മൂന്നാമത് വരുന്നത് ജപ്പാനാണ്. ചൈനയായിട്ട് നമുക്ക് എന്തായാലും ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു എഗ്രിമെൻറ്റിൽ എത്താൻ പറ്റില്ല. ജപ്പാൻ ഒബ്വിയസ്ലി എത്താം, പക്ഷേ ജപ്പാൻ അല്ല, സൗത്ത് കൊറിയൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് മിഡ് ഏപ്രിലോടുകൂടി വരുന്നത് ഈ വക കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നുള്ളത്. നമുക്കറിയാം ഇന്ത്യയുടെ ടോട്ടൽ ട്രേഡിൻ്റെ വോളിയത്തിൻ്റെ 95% ഷിപ്പിംഗ് വഴിയാണ്. ഒരു വാല്യൂ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ട്രേഡിൻ്റെ വാല്യൂ ഏതാണ്ട് 70% വാല്യൂ ഷിപ്പിംഗ് മാരിടൈം റൂട്ടിൽ വെച്ചാൽ. അപ്പോൾ ഷിപ്പിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ സംബന്ധിച്ച് മാരിടൈം ഇന്ത്യ വിഷൻ 2030 എന്ന് പറയുന്നത്, അതായത് ഗവൺമെൻറ് അതിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് 3-3.5 ലക്ഷം കോടി ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്ത് പ്രതീക്ഷിക്കുന്നത്. അതായത് പോർട്ട് അല്ലെങ്കിൽ ഇൻലൻഡ് വാട്ടർ വേസിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരണം. ഗവൺമെൻറ് അടുത്ത കാലത്ത് തന്നെ 70,000 കോടിയുടെ ഒരു പാക്കേജ്, 70,000 അല്ല 69,000 ചില്ലുവാനും കോടിയുടെ ഒരു പാക്കേജ് ഈ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിക്ക് കൊടുത്തു. അത് മാത്രമല്ല പാർലമെൻറ്റിൽ നമ്മുടെ ഇവിടെ കിടന്നിരുന്ന ഈ ഷിപ്പിംഗ് ബേസ്ഡ് ആയിട്ടും മാരിടൈമിനെ ബേസ് ചെയ്തുമൊക്കെ കിടന്നിരുന്ന ബില്ല് എന്നൊക്കെ പറഞ്ഞാൽ 100 കൊല്ലം പഴക്കമുള്ളതാണ്. അതൊക്കെ റിപ്പീൽ ചെയ്ത് മാറ്റി പുതിയ രീതിയിൽ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിലേക്കായിട്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ 100-year old ലെഗസി ബില്ലൊക്കെ മാറ്റി എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഏതാണ്ട് മാരിടൈം അമൃത് കാൽ 2047 നമ്മുടെ ഒരു മിഷൻ ഏതാണ്ട് 80 lakh crore ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിലേക്ക് വരണം എന്നുള്ളതാണ്. അപ്പോൾ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി വൈഡ്ലി ട്രാക്ക് ചെയ്യേണ്ട ഒരു ഇൻഡസ്ട്രിയാണ്, പുതിയ ഒരു ഇൻഡസ്ട്രിയാണ്. നല്ല രീതിയിലുള്ള വാല്യൂ അഡീഷനും റവന്യൂ പൂളും പ്രോഫിറ്റ് പൂളും അവിടെ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മൈഫിൻ പണ്ട് മുതലേ ഒരു കൊല്ലമായി നമ്മൾ ഇതിനെ കവറേജ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മളന്ന് സ്പോട്ട് ലൈറ്റിൽ ഈവൻ ഒരു GE ഷിപ്പിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അന്ന് ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് 950-960 ലെവലിലൊക്കെ ട്രേഡ് ചെയ്ത് ഞാൻ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ടല്ല പറഞ്ഞു, ബിസിനസ് ആയിട്ട് പറഞ്ഞു. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ സ്റ്റോക്ക് ഈ വാറിൽ പോലും അത് താഴെ വീണില്ല, അതിൻ്റെ പ്രൈസ് 1400 മുകളിലായിരുന്നു എന്നുള്ളതാണ്. അപ്പം നല്ല രീതിയിൽ പെർഫോമൻസ് തന്നാണ്. ഇന്ത്യയിലാണെങ്കിലോ ഈ ഷിപ്പിംഗ് റിലേറ്റഡ് ആയിട്ട് കുറേ
ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലേക്ക് മാറാവുന്ന ബിസിനസ്സുകളുണ്ട്. അതിലൊന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ്, മാസഗോൺ ഡോക്ക് ഉണ്ട്, ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡിംഗ് ഉണ്ട്, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ട്, GE ഷിപ്പിംഗ് തന്നെ ഉണ്ട്, പിന്നെ പോർട്ടിൻ്റെ ഭാഗത്ത് നിന്ന് അഡാനി പോർട്സ് ഉണ്ട്, JSW ഇൻഫ്ര ഉണ്ട്, പിന്നെ നോളജ് മറൈൻ എന്ന് പറഞ്ഞ ചെറിയൊരു കമ്പനി ഉണ്ട്. ഇതൊക്കെ ആ ഷിപ്പ് ബിൽഡിംഗ് ഡൊമൈനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ് എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാതിരിക്കുന്നു. മാർക്കറ്റിൽ ഈ പറയുന്ന പോലെ കറക്ഷനൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും ചില സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നമ്മൾ April 1, 2025 മുതൽ March 31, 2026 വരെ പോവുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം GE വെർണോവ plus 133%, MCX plus 124%, ഫോഴ്സ് മോട്ടോഴ്സ് plus 120%, GMDC plus 113%, അക്യുറ്റാസ് കെമിക്കൽ plus 109%, ഹിന്ദുസ്ഥാൻ കോപ്പർ plus 105%, നെറ്റ്വെബും 100% മുകളിൽ തന്നു plus 104%, ഹിറ്റാച്ചി എനർജി plus 91%, CCL പ്രോഡക്ട്സ് അതായത് കോഫി 87.6%. ഇത്രയും കമ്പനികൾ ഇന്ത്യൻ മാർക്കറ്റിലെ ടോപ്പ് സ്റ്റാർ പെർഫോമേഴ്സ് ആയിട്ട് എന്നും നിലനിൽക്കുന്നു എന്നുള്ള. അപ്പം ഒന്ന് നോക്കുക, നമ്മൾ ഈവൻ ഹിൻഡാൽക്കോൻ്റെ കാര്യം നമ്മൾ സ്പോട്ട്ലൈറ്റിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്ത് 2025 സതീഷ് പൈ എന്ന് പറഞ്ഞ അവരുടെ MD പുതിയൊരു ലോഗോ പ്രകാശനം ചെയ്തപ്പോൾ അവർ പറഞ്ഞു, മാർക്കറ്റ് ഞങ്ങളെ വാല്യൂ ചെയ്യുന്നത് ഒരു കമോഡിറ്റി സൈക്ലിക്കൽ മെറ്റൽ സ്റ്റോക്ക് ആയിട്ടാണ്, എന്നാൽ ഞങ്ങൾ അവിടെ നിന്നൊക്കെ മാറി ഹൈ എൻഡ് എനർജി സൊല്യൂഷൻസ് കമ്പനിയായി മാറി, കൺസ്യൂമർ കമ്പനിയായി മാറി. മാർക്കറ്റ് ഞങ്ങളെ ഒരു കൺസ്യൂമർ കമ്പനിയായിട്ടോ ഹയർ എഞ്ചിനീയറിംഗ് കമ്പനിയായിട്ടോ ഞങ്ങളെ കാണുന്നില്ല, ഞങ്ങളെ മെറ്റൽ കമോഡിറ്റി സൈക്കിൾ സ്റ്റോക്കായിട്ടാണ് കാണുന്നതെന്ന്. അന്ന് ഏതാണ്ട് 650 രൂപയിൽ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്കാണ്. ആ ഒരു കൊല്ലം കഴിഞ്ഞ് നമ്മൾ ഇന്ന് പുറകിലോട്ട് നോക്കുമ്പോൾ ഇന്ന് ട്രേഡ് ചെയ്യുന്നത് ഒരു പക്ഷേ 884 രൂപയ്ക്കായിരിക്കാം. അത് തന്നെ നല്ല പ്രോഫിറ്റാണ് കഴിഞ്ഞല്ലോ. ബട്ട് ഒരിടയ്ക്ക് ഇത് 1000 രൂപയ്ക്ക് മുകളിൽ പുകിരിക്കുന്നു എന്നുള്ളത്. അതായത് നമ്മൾ മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഇമോഷൻസിലും സെൻറ്റിമെൻറ്റ്സിലും ഈ ജനറൽ ആയിട്ടുള്ള ന്യൂസും ഒരു വശത്ത് നടക്കും. പക്ഷേ മറ്റുള്ളവർ കേൾക്കാത്ത ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റിയാൽ അതിന് ചെവി കോർത്തു വച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ഇമോഷനിൽ നിന്ന് മാറ്റി വെച്ചാൽ നമുക്ക് വെൽത്ത് ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഏത് സാഹചര്യത്തിലും മാർക്കറ്റ് തരും. ഞാൻ ഈ മെൻഷൻ ചെയ്തതൊക്കെ 100% കൂടുതൽ റിട്ടേൺ തന്ന അല്ലെങ്കിൽ 100% അടുത്ത് റിട്ടേൺ തന്ന സ്റ്റോക്സ് ആണ്. അപ്പോൾ മാർക്കറ്റ് ഓഫേഴ്സ് യു ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഒരു കാര്യം നോക്കുക, എന്തുകൊണ്ട് ഇത്രയും സ്റ്റോക്സിനെ മാർക്കറ്റ് കറക്റ്റ് ചെയ്യിപ്പിച്ചു, എന്തുകൊണ്ട് ഞാൻ ഈ മെൻഷൻ ചെയ്ത സ്റ്റോക്കുകൾ 100% കയറി എന്ന് വെച്ചാൽ ഈ 100% കയറിയ കമ്പനികൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ കണ്ടില്ല. ഇത് താഴെ വരാനായിട്ട്, ഇത്രയും സ്റ്റോക്സ് താഴെ വരാനായിട്ടുള്ള കാരണവും ഉണ്ടായിരുന്നു. ഇത് രണ്ടും മനസ്സിലാക്കുന്നിടത്താണ് ഒരു വെൽത്ത് ക്രിയേഷൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഓപ്പണിംഗ് അവേഴ്സ് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. നമ്മുടെ ഓപ്പണിംഗ് അവേഴ്സിൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു ഓഹരിയും ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ ഏതൊരു നിക്ഷേപ തീരുമാനം എടുക്കുന്നതിന് മുമ്പും സെബി രജിസ്റ്റേർഡ് ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ സേവനം തേടിയതിന് ശേഷം മാത്രം നടപ്പിലാക്കുക. ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. Opening hours with MyFin.